മെഡിസിപ്പ് വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. ജനുവരി 1 മുതൽ 800 രൂപയാക്കും എന്ന് പറഞ്ഞു. 850 രൂപയാക്കും എന്ന് പറഞ്ഞു. 300 പറഞ്ഞാൽ 350 രൂപയാണ് കൂട്ടുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് കൂട്ടുന്നില്ല, നീട്ടിവെച്ചിരിക്കുകയാണ്. വീണ്ടും ഒരുപാട് ആശുപത്രികളെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കാനും ഒരുപാട് രോഗങ്ങളെ ലിസ്റ്റ് ചെയ്യുവാനും ഒക്കെ എന്ന് പറഞ്ഞാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷെ ശക്തമായ പ്രതിഷേധം അതിനകത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായി മാറ്റിവെച്ചിരിക്കുന്ന കാര്യം അതല്ല എന്നാണ് അറിയുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വളരെ കൃത്യമായ ഒരു ഡയറക്ഷൻ ഗവൺമെന്റിലേക്ക് പോയിട്ടുണ്ട്. അതായത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആണെന്ന് തോന്നുന്നു, അവർ പെൻഷൻകാരുടെ സംഘടന കൊടുത്തൊരു പരാതിയുടെ ഭാഗമായി അവരെ കൂടി ഹിയർ ചെയ്തിട്ട് മാത്രമേ, പെൻഷൻകാരെ കൂടി ഹിയർ ചെയ്തിട്ട് മാത്രമേ മെഡിസെപ്പ് മുന്നോട്ട് നീക്കാവൂ എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം പല പ്രശ്നങ്ങൾ, ഒന്നതിനകത്തൊരു ഓപ്ഷണൽ ആക്കണം. അതൊരു വെൽഫെയർ സ്കീം എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമിനെ വെൽഫെയർ സ്കീം എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്ത് തന്നെ ലോകമണ്ടത്തരമാണ്. കാരണം ഈ തലയിൽ ഓളവും വെള്ളവും വെള്ളിയാഴ്ചയും വ്യവസ്ഥയുള്ളവരല്ല ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്നത്. അല്ലെങ്കിൽ തോമസ് ഐസക്കൊക്കെ വളരെ ശക്തമായിട്ട് നിന്നവരാണ്. തോമസ് ഐസക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ലൊരു ടീം, ഹോംവർക്ക് ചെയ്യുന്ന ടീം ഉണ്ടായിരുന്നു. അവരെല്ലാം കളഞ്ഞ് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം വരുമ്പോഴാണ് ഇതിനകത്തൊരു കുഴപ്പം. ആ ഗ്രൂപ്പിലുള്ളവരാരും വേണ്ട, ഈ പിന്നെ ശാസ്ത്രരാജ്യ പരിഷത്തുകാർ വേണ്ട, അവർ വേണ്ട എന്നൊക്കെ പറഞ്ഞ്, വിവരമുള്ളവരാരും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് വിവരമില്ലെന്നല്ല, ആരെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ വലിയ കുഴപ്പമാണ് ഈ ഗവൺമെന്റിന് പറ്റിയത്. അപ്പോൾ അത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം കൂടെയാണ്. അങ്ങനെ ബാലഗോപാലിൻ്റെ കൂടെ ഇരിക്കുന്നവർക്കൊന്നും ഒരു വെള്ളിയാഴ്ചയും വ്യവസ്ഥയില്ല, ഒന്നും ഹോംവർക്കേ അറിയത്തില്ല. അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം, ഇനിയാണോ ശമ്പള പരിഷ്കരണം വയ്ക്കുന്നത്? തോറ്റ് തുന്നമ്പാടി, നേരത്തെ ആയിരുന്നല്ലോ DA പ്രഖ്യാപിക്കുന്നത്, നേരത്തെ പ്രഖ്യാപിക്കണ്ടേ? തോറ്റ് അമ്പി തുന്നമ്പാടി ആകെ നാറ്റക്കോട്ടയായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഇനി അസംബ്ലി ഇതിനോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതിന്? നമ്മുടെ ബഡ്ജറ്റിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സ്വർണ്ണ കടത്തൊക്കെ വന്ന് CPM വലിയ പ്രതിരോധത്തിലായി. ഇനിയിപ്പോൾ എന്ത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലാത്ത രീതിയിലേക്ക് CPM പ്രതിരോധത്തിലായി. മറ്റേ മാരത്തോൺ ഓട്ടം പോലെ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായി. ഇനി വളരെ പ്രയാസമാണ്. തൊട്ട് പിന്നിൽ BJP ഉണ്ട് താനും. അപ്പോൾ അത് CPM മനസ്സിലാക്കിയില്ല. ആ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊന്നും CPM മന്ത്രിമാർക്കൊന്നുമില്ല. ഏതായാലും മെഡിസെപ്പ് വളരെ കൃത്യമായി അതിനകത്ത് ഒരു ഇത് വന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കത്ത് കൊടുത്തിരിക്കുന്നത് ഈ പെൻഷൻകാരെയും അതുപോലെ മെഡിസെപ്പിൽ വരുന്ന ആളുകളെയും കേൾക്കണം, ഹിയർ ചെയ്യണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1. 2, ഇത് ഓപ്ഷണൽ ആക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണം. 3, കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് പിന്നെ ജീവനക്കാർ വീണ്ടും സംസ്ഥാന സർക്കാരിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒഴിവാക്കി കൊടുക്കണം. 4, കേന്ദ്ര ഗവൺമെന്റിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലി ചെയ്ത് റിട്ടയർ എടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരാളെ, പാർട്ട്ണറായിട്ടുള്ള ആളിന് ഇവിടെ മെഡിസിപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കണം. ഇങ്ങനെ പല 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 കണ്ടീഷൻസ് വെച്ചുകൊണ്ട് മെഡിസിപ്പിനെ വളരെ കൃത്യമായി റീഡിസൈൻ ചെയ്യണമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിരവധി പേർ കേസിന് പോയി. അവിടെ പരാതി കൊണ്ടുകൊടുത്ത് അവരെടുക്കത്തില്ല. പരാതി എടുക്കുന്ന സ്ഥലമല്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. അപ്പോൾ കേസ് എടുക്കാൻ പറ്റും. കോടതി പോലെ സർവീസ് കേസുകൾ എടുക്കുന്ന സ്ഥലമാണ്. പല ആളുകളും കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കേസ് ഇനി നിങ്ങൾക്ക് അവിടെ കൊണ്ട് കൊടുക്കാം. അല്ലാതെ പരാതി കൊണ്ട് കൊടുത്താൽ അവർ പരാതി തിരിച്ചു തരികയുള്ളൂ. ഏതോ ഒരു അമ്മ കൊണ്ട് പരാതി കൊടുത്തിട്ട് നമ്മളെ വിളിച്ചിരുന്നു, ഇങ്ങനെ ഈ കണ്ട നമ്പറിൽ വിളിച്ചിരുന്നു, അവർ പറഞ്ഞ് പരാതി തിരിച്ചു കൊടുത്തു. അങ്ങനെ പരാതി കൊടുത്തതുകൊണ്ട് അവരെടുക്കത്തില്ല. പരാതി കൊടുക്കേണ്ടത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. പക്ഷേ അവിടെ മെഡിസിപ്പിൽ നിന്ന് മാറാനുള്ള പരാതി അല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൊണ്ട് കൊടുത്താൽ പലർക്കും അങ്ങനെ 1 കോടി ഒരു 1,20,00,000 വരെ ഒരാളിന് ഈ ക്ലെയിം കിട്ടിയതായിട്ടുണ്ട്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയായ ചിലവ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 10 ലക്ഷം കിട്ടിയവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് ഈ ക്ലെയിമിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യുക. ആളുകൾ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും മെഡിസെപ്പിൽ ഗവൺമെന്റ് വീണ്ടും പിന്നോട്ട് പോയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കാര്യങ്ങൾ ഗവൺമെന്റ് കേൾക്കാനാണ് സാധ്യതയുള്ളത്. ഒരു ഹിയറിംഗ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മാറ്റവും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.